2010 മുതൽ ഭൂമിയുടെ ആന്തരിക കാമ്പ് അതിന്റെ ഭ്രമണത്തെ മന്ദഗതിയിലാക്കാൻ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് പറയുകയാണ് ഒരു പുതിയ പഠനം. ആന്തരിക കാമ്പിന്റെ, അതായത് അകക്കാമ്പിന്റെ വേഗത കുറയുന്നത് കാരണം ഭൂമിയിലെ ഒരു ദിവസത്തിന്റെ ദൈർഘ്യം മാറിയേക്കാമെന്നാണ് പറയപ്പെടുന്നത്. 2010 മുതൽ ഭൂമിയുടെ അകക്കാമ്പ് ഭ്രമണം ചെയ്യുന്നതിന്റെ വേഗത കുറഞ്ഞെന്നും ഉപരിതലത്തേക്കാൾ പതുക്കെയാണ് കറങ്ങുന്നതെന്നും നേച്ചർ ജേണലിലെ പഠനമാണ് പറയുന്നത്. സാധാരണയിൽ നിന്ന് മന്ദഗതിയിൽ ആയതുകൊണ്ട് തന്നെ ഈ പ്രക്രിയ ദിവസത്തിന്റെ ദൈർഘ്യം കൂട്ടുമെന്നാണ് പഠനം പറയുന്നത്. ഒരു ദിവസ ദൈർഘ്യത്തിൽ സെക്കൻഡിന്റെ അംശത്തിൽ മാറ്റം വരുമെന്നും പഠനം വ്യക്തമാക്കി. ഭൂമിയുടെ ഘടന അനുസരിച്ചാണ് അകക്കാമ്പിന്റെ പ്രവർത്തനത്തിൽ മാറ്റം വന്നിരിക്കുന്നത്. ഇരുമ്പും നിക്കലും കൊണ്ടുള്ള ഒരു ഗോളമാണ് ഭൂമിയുടെ ആന്തരിക കാമ്പ്. ഗുരുത്വാകർഷണവും പുറം കാമ്പിലെ ദ്രാവകത്തിന്റെ ചുളിവുകളുടെയും ഫലമായാണ് അകക്കാമ്പിന്റെ ഭ്രമണം മന്ദഗതിയിലാകാൻ കാരണമെന്നും ശാസ്ത്രജ്ഞർ പറഞ്ഞു. സാധാരണയായി ഭൂകമ്പങ്ങൾ പുറപ്പെടുവിക്കുന്ന തരംഗങ്ങളുടെ റെക്കോർഡിംഗുകൾ വിശകലനം ചെയ്യാൻ ഗവേഷകർ കാമ്പിനെ പഠിക്കാറുണ്ട്. ഭൂമിയിലുണ്ടാകുന്ന ചലനങ്ങളും മറ്റും അളക്കുവാനും വിവരങ്ങൾ ശേഖരിച്ചു വെക്കുവാനും ഉപയോഗിക്കുന്ന ഉപകരണമാണ് സീസ്മോഗ്രാം. അത് ഉപയോഗിച്ച് നടത്തിയ പഠനത്തിലാണ് ഈ പുതിയ കണ്ടെത്തൽ. സീസ്മോഗ്രാമുകൾ തന്നെയാണ് ഈ മാറ്റത്തെക്കുറിച്ച് സൂചന നൽകിയതെന്ന് US-ലെ സദേൺ കാലിഫോർണിയ സർവകലാശാലയിലെ പ്രൊഫസർ പറഞ്ഞു. പതിറ്റാണ്ടുകൾക്ക് ശേഷം ഇത് ആദ്യമായാണ് ആന്തരിക കാമ്പ് മന്ദഗതിയിലായി കറങ്ങുന്നത് ശ്രദ്ധയിൽപ്പെടുന്നതെന്നാണ് ഗവേഷകർ പറഞ്ഞത്. ആന്തരിക കാമ്പിന്റെ വേഗത കുറയുന്നത് ശാസ്ത്ര സമൂഹത്തിൽ ചൂടേറിയ ചർച്ചയായി മാറുകയും ചെയ്തു. അതേസമയം ചില പഠനങ്ങൾ പറഞ്ഞിരുന്നത് ഭൂമിയുടെ ഉപരിതലത്തേക്കാൾ വേഗത്തിലാണ് കാമ്പിന്റെ കറക്കമെന്നാണ്. ഇത് കുറെ മുമ്പുള്ള പഠനമായിരുന്നുവെന്നും പുതിയ പഠനത്തിൽ വേഗത കുറവാണെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്നാണ് വിലയിരുത്തൽ. അകക്കാമ്പിന്റെ അല്ലെങ്കിൽ ഇന്നർ കോറിന്റെ കറക്കം പുറം കാമ്പിൽ സൃഷ്ടിക്കുന്ന കാന്തിക ക്ഷേത്രവും ഭൂമിയുടെ ആവരണത്തിനുള്ളിലെ ഗുരുത്വാകർഷണ ഫലങ്ങളും സ്വാധീനിക്കപ്പെടുന്നുണ്ട്. എന്നിരുന്നാലും ഏകദേശം 40 വർഷത്തിനിടയിൽ ആദ്യമായി മാന്റിലിനേക്കാൾ സാവധാനത്തിൽ ഇന്നർ കോർ ഭ്രമണം ചെയ്യുന്നതിനാൽ ആന്തരിക കാമ്പ് ഉപരിതലവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പിന്നോട്ട് പോവുകയും അതുപ്രകാരം ഒരു ദിവസത്തിന്റെ ദൈർഘ്യം കൂടുകയും ചെയ്യുമെന്നാണ് പറയപ്പെടുന്നത്. ഈ വർഷം ആദ്യം നേച്ചർ ജേണലിൽ പ്രസിദ്ധീകരിച്ച ഒരു പഠനത്തിൽ കാലാവസ്ഥാ വ്യതിയാനം മൂലമുണ്ടാകുന്ന ഗ്രീൻലാൻഡിലെയും അന്റാർട്ടിക്കയിലെയും മഞ്ഞുരുങ്ങുന്നത് ഭൂമിയുടെ ഭ്രമണത്തെ മന്ദഗതിയിലാക്കുന്നതിലൂടെ ആഗോള സമയ ക്രമീകരണത്തെ ബാധിക്കുന്നുണ്ടെന്നും കണ്ടെത്തിയിരുന്നു. ഏറ്റവും പുതിയ പഠനത്തിനായി ദക്ഷിണ അറ്റ്ലാന്റിക് സമുദ്രത്തിലെ വിദൂര ദ്വീപ സമൂഹമായ സൗത്ത് സാൻഡ്വിച്ച് ദ്വീപുകളിൽ 1991-നും 2023-നും ഇടയിൽ ആവർത്തിച്ചുള്ള 121 ഭൂകമ്പങ്ങളിൽ നിന്നാണ് ഡേറ്റ ഉപയോഗിച്ചത്. ഒരേ സ്ഥലത്ത് ഒന്നിലധികം ഭൂകമ്പങ്ങളിൽ നിന്ന് രേഖപ്പെടുത്തിയ ഭൂകമ്പ ഡേറ്റ ഉപയോഗിച്ചാണ് ഗവേഷകർ പരിശോധന നടത്തിയത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ നിഗമനങ്ങളും. ഭ്രമണം മന്ദഗതിയിലായത് കാരണമുണ്ടാകുന്ന പരിണിത ഫലങ്ങൾ എന്താകുമെന്നറിയാൻ കൂടുതൽ പഠനങ്ങളും പരീക്ഷണങ്ങളും ആവശ്യമാണെന്നും ഗവേഷകർ വ്യക്തമാക്കി.